അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ആകട്ടെ സിഹ്ർ ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്കെങ്ങനെ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഓരോന്ന് എണ്ണി ഞാൻ പറഞ്ഞു തരാം. അതിൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കണേ. ഒന്നാമതായി, സിഹ്ർ ഏറ്റ വ്യക്തിയിൽ ഖുശൂ അഥവാ ഇഖ്ലാസ്, ദൈവഭയം എന്നൊക്കെ പറയും. റബ്ബിനോടുള്ള ഭയം തീരെ ഇല്ലാതാവും. 2, ഏതൊരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ആത്മാർത്ഥത ഇല്ലാതെ ആയി കൊണ്ടായിരിക്കും അവർ ചെയ്യുക. 3, അവരുടെ ശരീരപ്രകൃതം ഇരുണ്ട രൂപത്തിലായി മാറുന്നതാണ്. 4, ജനങ്ങളെല്ലാവരും, അതായത് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നവർ പോലും അവനോട് വെറുപ്പ് കാണിക്കുന്നതാണ്. 5, നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അവൻ തീരെ ഭക്ഷണത്തിനോട് മടിയായി തുടങ്ങുന്നു. ഇനി അഥവാ ഏറ്റവും നല്ല ഇഷ്ടഭക്ഷണം അവൻ്റെ മുമ്പിൽ വന്നാൽ തന്നെ അത് കഴിക്കുകയും ചെയ്താൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ ബാത്റൂമിൽ പോവുകയും അത് പൂർണ്ണമായും വയറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. 6, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കെണുപ്പുകളിലെല്ലാം വേദന അനുഭവപ്പെടുന്നു. 7, നല്ല കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അവൻ്റെ ഒരു ആഗ്രഹവും തുടങ്ങാനും കഴിയില്ല, അഥവാ തുടങ്ങിയാൽ തന്നെ അത് പൂർത്തിയാക്കാനും കഴിയാത്ത ഒരവസ്ഥയായി അതിൽ നിന്നും പിന്മാറുന്ന ഒരവസ്ഥ കാണുന്നതാണ്. 8, ആരെ കണ്ടാലും നമുക്ക് അവരെ സംശയമായിരിക്കും. ഒരു കാരണവുമില്ലാതെ പലരെയും, എത്ര നല്ലവരാണെങ്കിൽ പോലും അവരെ നാം സംശയിക്കുന്നു. ഇങ്ങനെയുണ്ടെങ്കിൽ സിഹ്റിന്റെ ഒരടയാളമാണ്. 9, നല്ല കാര്യങ്ങൾക്കൊന്നും അവൻക്ക് അവസരം ഇല്ലാതിരിക്കുക, ഭാഗ്യം ഇല്ലാതിരിക്കുക. 10, സിഹ്ർ ഏറ്റ ആൾക്ക് ഒരുപാട് വേദനകളും രോഗങ്ങളും അവൻക്ക് അനുഭവപ്പെടും. പക്ഷേ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ ഒരു രോഗവും ഇല്ലെന്നു പറഞ്ഞ് തിരിച്ചു മടക്കുന്നതാണ്. 11, മോശമായ സ്വപ്നങ്ങൾ കൊണ്ട് ജീവിതം മടുപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞ അടയാളങ്ങളും ഇതിനു പുറമെ ഇനിയും ഉണ്ട്. ഇതൊക്കെയാണ് ഒരു മനുഷ്യന് സിഹ്ർ ഏറ്റുകഴിഞ്ഞാൽ അവനിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. കണ്ണീറും ഇതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് അതിൽ നിന്നും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലവണ്ണം പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഒരു ആയുധമാക്കുക. എല്ലാം പടച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം സാഹിര്യങ്ങളുടെ സിഹ്റിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.